നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. മെസ്സിയുടെ മൂത്ത പുത്രൻ തിയാഗോ ബാഴ്സലോണയിൽ ചേർന്നു. ലാമാസിയയിൽ ചേർന്ന് കളി വീണ്ടും മികവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന റൂമറുകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അപ്പം അതിനെക്കുറിച്ച് മെസ്സി പ്രതികരിച്ചിരിക്കുന്നു. TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. TYC സ്പോർട്സിൻ്റെ ടൈറ്റിൽ തന്നെ മെസ്സി റെസ്പോണ്ടഡ് ടു ദി റൂമർ ലിങ്കിങ് ഹിസ് സൺ തിയാഗോ ടു ബാഴ്സലോണ. നമുക്കറിയാം മെസ്സി ബാഴ്സലോണയിലൂടെയാണല്ല, അതായത് നെവൽ ഓൾഡ് ബോയ്സിലൂടെ കളി തുടങ്ങിയിട്ട് പിന്നെ ബാഴ്സലോണയിലെത്തി ലാമാസിയയിലൂടെയാണ് തൻ്റെ കഴിവുകൾ തേച്ച് മിനുക്കിയെടുത്തത്. അങ്ങോട്ടേക്ക് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് തിയാഗോയെ കൂടി എത്തിക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അതിനോടാണിപ്പോൾ മെസ്സി പേഴ്സണലി തന്നെ റിയാക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ബാഴ്സലോണയുടെ അക്കാഡമി ലാമാസിയയിലേക്ക് എത്തുന്നു എന്നുള്ള മൾട്ടിപ്പിൾ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ചോദ്യം കഴിഞ്ഞ ഇന്റർ മയാമിയുടെ മത്സരത്തിന് ശേഷം മെസ്സിയോട് നേരിട്ട് തന്നെ ചോദിക്കുകയുണ്ടായി. ജേർണലിസ്റ്റ് ബ്രൂണോ വൈനാണ് ചോദിച്ചത്. അതിൽ ചോദ്യമുണ്ടായിരുന്നു, ഈസ് തിയാഗോ ലിവിങ് എന്നാണ്. അതായത് ഇപ്പോൾ മയാമിയുടെ യൂത്ത് ടീമിലാണ് പയ്യനുള്ളത്, 13 വയസ്സാണുള്ളത്. അപ്പോൾ അദ്ദേഹം മയാമി വിടുകയാണോ, അവൻ മയാമി വിടുകയാണോ, എന്നിട്ട് ബാഴ്സലോണയിലേക്ക് ചേരുകയാണോ എന്നാണ് ചോദ്യം. മെസ്സി അത് കേട്ടപ്പോൾ ഒന്ന് സർപ്രൈസ്ഡായി. ഇത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല, പക്ഷെ വാർത്തകൾ വ്യാപകമായി വരുന്നുണ്ട്. എന്നിട്ട് മെസ്സി വളരെ ഫേമായിട്ട് സേർട്ടനായിട്ട് പറഞ്ഞു, നോ, ഇല്ല, അവൻ പോകുന്നില്ല, അവൻ ഇവിടെ തന്നെ നിൽക്കും. ബാക്കി കൂടുതൽ വിശദീകരണത്തിന് അദ്ദേഹം നിന്നതുമില്ല. എന്നിട്ട് അദ്ദേഹം ലയണൽ മെസ്സിക്കൊപ്പം റോഡ്രിഗോ ഡിപോളും ഉണ്ടായിരുന്നു. അവരങ്ങ് നടന്നു പോവുകയാണ് ചെയ്തത്. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹം വളരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നോ എന്ന് പറയുകയാണ് ചെയ്തത്. തിയാഗോ ലയണൽ മെസ്സിയുടെ മക്കളിൽ മൂത്ത പുത്രനാണ്. 13 വയസ്സാണ് അവനുള്ളത്. അവൻ്റെ ട്രെയിനിങ് മയാമിയുടെ യൂത്ത് ടീമിൽ തന്നെ തുടരും എന്നാണിപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 മുതൽ മെസ്സി അവിടെ എത്തിയത് മുതൽ അവൻ ആ യൂത്ത് ടീമിനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അവൻ്റെ പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ ബാഴ്സലോണയിൽ ആയ സമയത്ത് ലാമാസിയയിൽ ഉണ്ടായിരുന്നു. അതായത് ബാഴ്സയുടെ പാർട്ടായിട്ടുള്ള യൂത്ത് ടീമിൽ യൂത്ത് അക്കാഡമിയിൽ ഉണ്ടായിരുന്നു. ബാഴ്സ എസ്കോല എന്ന് പറയുന്ന യൂത്ത് ഫുട്ബോൾ അക്കാഡമിയിൽ ഉണ്ടായിരുന്നു. ദെൻ അദ്ദേഹം പാരീസ് സെന്റ് ജെർമൻ്റെ യൂത്ത് അക്കാഡമിയിലേക്ക് മകനെ കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് മയാമിയിലേക്ക് എത്തുമ്പോൾ മയാമിയുടെ ടീമിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മിഡ്ഫീൽഡറായിട്ടാണ് പയ്യൻ കളിക്കുന്നത്. അവൻ്റെ കളിരീതി എങ്ങനെയാണെന്നും മെസ്സി തന്നെ വിശദമായിട്ടൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അവൻ കൂടുതൽ ചിന്തിച്ചുകൊണ്ട് കളിക്കുന്നവനാണ്, ഒരു ഓർഗനൈസറാണ്. അതായത് ഒരു മിഡ്ഫീൽഡർ എന്ന രൂപത്തിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അവൻ എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ മെസ്സി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.